എല്ലാവർക്കും കുക്ക്ടേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു നല്ലൊരു സൈഡ് ഡിഷുമായിട്ടാണ്. ഇതിനാകെ 3 ചേരുവ മാത്രമേ വേണ്ടൂ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ ഓപ്ഷൻ അമർത്തിയാൽ മാത്രമേ ഇനി ഞാൻ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതാ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ കൊള്ളി ചിപ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് വീതിയൊന്നും ആവശ്യമില്ല. അതാ ഇതേ ഒരു അളവിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറുജീരകം, അതായത് നമ്മുടെ പെരുംജീരകം അല്ല കേട്ടോ, നമ്മുടെ സാധാ ചെറുജീരകം. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കേട്ടോ. അതുപോലെ പരന്നിട്ടുള്ള പാൻ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്നൊരു എക്സ്ട്രാ ഡിഷ് വേണം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഇത് നമ്മൾ തയ്യാറാക്കാവുന്നതാണ്. മാത്രമല്ല ചോറിൻ്റെ കൂടെ ഇത് അടിപൊളിയാണ്. ഈ ഒരു ഡിഷ് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഉണ്ട്, അനു ആണ് ഇത് ഹസ്ബൻഡിന് പറഞ്ഞു കൊടുത്തിട്ട് ഹസ്ബൻഡ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അനു, അടിപൊളിയാണ് ഡിഷ്. താങ്ക് യു ഫോർ ദി റെസിപ്പി. ഇനി ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ എണ്ണയെല്ലാം ഒന്ന് ആ പൊട്ടറ്റോ പീസിലൊന്ന് കോട്ടാവുന്നവരെ. ഉപ്പ് നമുക്കിപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ഇപ്പോൾ ചേർക്കുകയാണെങ്കിൽ പൊട്ടറ്റോ എന്നുള്ള വെള്ളം മുഴുവൻ ഇറങ്ങി ആകെ കുഴഞ്ഞു പോകും. അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പൊട്ടറ്റോയിലുള്ള മാക്സിമം വെള്ളവും വറ്റിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ തന്നെ കിടക്കട്ടെ, അടച്ച് വെക്കരുത്. ഇതേപോലെ ഒന്ന് തുറന്നിട്ടിട്ട് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ വന്നിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ഇത് ഉടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. വേണമെങ്കിൽ കുറച്ചധികം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഞാൻ പക്ഷേ അത്ര ഒഴിച്ചിട്ടില്ല, ഒരു 3 ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഇതൊരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കാതെ തന്നെ കുക്ക് ചെയ്യണം. പിന്നെ ഇത് പൊട്ടറ്റോ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ, കാരണം ഇത് തീരെ സ്പൈസി അല്ലാത്തൊരു ഡിഷാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോ 3/4 ഭാഗവും റെഡി ആയിട്ടുണ്ട്. എന്നാൽ പക്ഷേ നന്നായിട്ടൊന്നും മുരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടി നമ്മുടെ പൊട്ടറ്റോൻ്റെ അളവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഇത് ഞാൻ കുറച്ച് മുൻപ് സാമ്പാർ പൊടിയുടെ വീഡിയോയിലിട്ട അതേ സാമ്പാർ പൊടി തന്നെയാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ പോയിട്ട് ഒന്ന് കാണുക, അല്ലെങ്കിൽ ഇതാ ഇപ്പോൾ ഈ വീഡിയോൻ്റെ മുകളിലൊരു കാർഡ് വരും, അത് ക്ലിക്ക് ചെയ്താൽ കാണാവുന്നതാണ്. അപ്പോൾ ഈ സാമ്പാർ പൊടിയിൽ മല്ലിയുണ്ട്, മുളകുണ്ട്, തുവരപ്പരിപ്പ്, കടലപ്പരിപ്പ്, ഉലുവ, കറിവേപ്പില, അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫ്ലേവറും നമ്മുടെ ഈ ഒരു പൊട്ടറ്റോന് ഉണ്ടാവും. ഈ സാമ്പാർ പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതാണ് ഒരു വലിയൊരു പണി. അത് ഉടഞ്ഞു പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ കുറച്ചൊക്കെ ഒന്ന് ഉടഞ്ഞു പോയിന്ന് വരും. ഞാൻ അധികം വെളിച്ചെണ്ണ ഒഴിക്കാത്തതുകൊണ്ട് കുറച്ചൊന്ന് ഉടയും. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ മുരിയിച്ചെടുക്കുന്നവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് പീസുകൾ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ മുരിഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് നേരം കൂടി 2-3 മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് തുറന്നിട്ട് തന്നെ കുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി പൊട്ടറ്റോ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.